പ്രിയരെ, നമസ്കാരം. ഇനിയും ഇത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കോട്ടയം കിടങ്ങൂർ മാധവൻ മകൻ മണി, എം എം മണി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന മണിയാശാനെ കുറിച്ചാണ് രണ്ട് വാക്ക് എനിക്ക് പറയാനുള്ളത്. 2012 മെയ് മാസം 25 തൊടുപുഴയിലെ മണക്കാട് ജംഗ്ഷനിൽ വച്ച് അദ്ദേഹം ശാന്തൻപാറയിലെ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന 13 പേരുടെ ലിസ്റ്റുണ്ടാക്കി 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു, ഒരാളെ തല്ലിക്കൊന്നു എന്നെല്ലാം പറഞ്ഞ് പരാമർശം നടത്തിയാണ്, വിവാദമായ ഒരു പ്രസംഗം നടത്തിയാണ് 46 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നത്. ഞങ്ങളിൽ 13 പേര് 1, 2, 3, 4 ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. വെടിവെച്ചാ കൊന്ന ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. അങ്ങനെ മനസ്സിലായില്ലേ? 1-ാം പേര് തന്നെ ആദ്യം വെടിവെച്ച്, 2-ാം പേര് തന്നെ രണ്ടാമത് തല്ലിക്കൊന്നു, 3-ാം പേര് തന്നെ മൂന്നാമത് കുത്തിക്കൊന്നു. അതോടുകൂടി കതറ് വലിച്ചിട്ടേച്ച് കോൺഗ്രസുകാർ അവിടെ നോളിയിട്ടു. പിന്നീടൊരിക്കൽ പോലീസിനോട് കാക്കിക്കുപ്പായം ഊരിവെച്ച് വലിയ ബാർബർ ഷോപ്പ് നടത്താൻ പോലീസിനോട് ഒരു വെല്ലുവിളി. ബാർബർ ഷോപ്പ് ഉടമകളുടെ സംഘടന മണിയാശാന്റെ താടിയും മുടിയും വടിക്കില്ലെന്ന് മറ്റൊരു വെല്ലുവിളി. അവസാനം ആ വിവാദത്തിൽ നിന്ന് മണിയാശാൻ ഖേദം പ്രകടിപ്പിച്ച് തലയൂരി. പിന്നീട് 2017 മന്ത്രിയായിരിക്കെ മണിയാശാൻ പെമ്പിളെ ഒരുമൈ സമരത്തിൽ പങ്കെടുത്ത തോട്ടം തൊഴിലാളികളെ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ മൂന്നാറിൽ വലിയൊരു സംഘർഷം. കേരളം മൊത്തം സ്ത്രീത്വത്തെ അപമാനിച്ച മണിയാശാനെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുകയുണ്ടായി. അതിലും ഖേദം പ്രകടിപ്പിച്ച് മന്ത്രിയായിരുന്ന മണിയാശാൻ തൽക്കാലത്തേക്ക് തലയൂരി. ഇതെല്ലാം പറയുമ്പോഴും അവിടെ ഇവരുടെ കൂടെ കളക്ടറുടെ കൂടെയാ വൈകുന്നേരം പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിലായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ വരുമ്പോൾ നടന്നു. അന്നും കുടിയും സകല വ്യക്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയുണ്ട്. ഇതെല്ലാം മണിയാശാന്റെ മാത്രം ആശയമല്ല എന്നും പാർട്ടിക്കുള്ളിലെ ചർച്ചകളിൽ ഊരിത്തിരിഞ്ഞു വരുന്ന ആശയമാണ് മണിയാശാൻ പറയുന്നത് എന്നും മണിയാശാനെ കണ്ടറിഞ്ഞ, കേട്ടറിഞ്ഞ, കൊണ്ടറിഞ്ഞ ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമെന്നുള്ളതാണ് സത്യം. അത് പുറത്തു വന്ന് പറയാൻ അത്രയും ധീരനായ ഒരു വിപ്ലവകാരി വേറെ ആരും ഉണ്ടാകുകയുമില്ല ആ പാർട്ടിയിൽ. 9 തവണയായി 30 വർഷക്കാലം ഇടുക്കി ജില്ലയിലെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഇതുപോലെയുള്ള ഒരു വിപ്ലവ സൂര്യൻ ഇന്ത്യയിൽ വേറെ എവിടെയും അന്വേഷിച്ചാൽ കാണുകയുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 പതിറ്റാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു ജനപ്രതിനിധിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പാർട്ടിയുടെ നിലപാടായി അറിഞ്ഞോ അറിയാതെയോ ഇടുക്കിയിലെ വിപ്ലവ സൂര്യനിലൂടെ നമ്മൾ കേരളം കേട്ടത്. അതിന് ക്ഷേമപ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. സംസ്ഥാനത്തെ പാവപ്പെട്ട വയോജനങ്ങളോടും കർഷക തൊഴിലാളികളോടും അവശത അനുഭവിക്കുന്ന ലക്ഷക്കണക്കിനായ പാവപ്പെട്ടവരോടുമുള്ള അനുതാപമായിരുന്നില്ല ഈ ക്ഷേമ പെൻഷൻ. മറിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകൊള്ളയ്ക്ക് വേണ്ടി മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു എന്നും നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ഔദാര്യമല്ല നമുക്ക് കിട്ടുന്ന സാമൂഹിക പെൻഷൻ എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മീൻ കച്ചവടക്കാർ മുതൽ തട്ടുകടക്കാർ വരെ നൽകുന്ന സെസ് ഞങ്ങളുടെ അവകാശവും ഞങ്ങളുടെ ആവശ്യവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്. അതിനെ നിങ്ങളുടെ ഔദാര്യമായി CPM ഒരിക്കലും കാണരുത്. കണ്ടാൽ ബംഗാളിൽ നിന്ന് നിങ്ങളെ ഓടിച്ചതുപോലെ കേരളത്തിൽ നിന്നും പൊതുജനം ഓടിക്കുന്നത് വിദൂരമല്ല എന്ന് പറയുവാൻ
ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.